ലോകം പല രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 2025. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ട്രംപിന്റെ വീണ്ടും വരവാണ്. ട്രംപ് തമാശ അല്ല, രണ്ടാമത് വീണ്ടും പ്രസിഡന്റായിട്ട് വന്നു യുഎസിന്റെ. അതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം പുതിയ മാർപ്പാപ്പ വന്നു. അങ്ങനെ പല രീതിയിൽ 2025 ലോകത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ട്, ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് 2025 ലോകത്തിൽ കഴിഞ്ഞ വർഷമായിരുന്നു. രാജേന്ദ്രൻ വയല ഓരോ മണിക്കൂറിലും ഓരോ കണ്ണട വേണം. അതിന് ഞങ്ങൾ കണ്ണാടി കച്ചവടക്കാരുണ്ട്. അല്ല, അറിയാൻ ചോദിക്കേ. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ലോകം ശബ്ദത്തില് കാശ്മീർ ഒന്ന് അവതരിപ്പിച്ചോളൂ. അല്ല, ഞാൻ പറഞ്ഞത് ജെയിംസിന്റെ ശബ്ദം. പി ജെയിംസ്, നോട്ട് ദ പോയിന്റ്. അതായത് ട്രംപ് അധികാരത്തിലായിട്ട് വന്നു. ഹായ് പ്രവിത, ഹായ് ഹാഷ്മി, ഹായ് ഹായ്, അത് മാത്രം കിട്ടും. ഓക്കെ, അപ്പോ നമുക്കിനി ലോകം 2025. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear that I will. അധികാരത്തിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ലോകത്തെ ദിവസവും വാർത്തകളിൽ ആഴ്ത്തിയ വർഷമായിരുന്നു 2025. അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. രാഷ്ട്രങ്ങളെ വരുതിയിലാക്കാൻ അധിക തീരുവകൾ ഏർപ്പെടുത്തിയ ട്രംപ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചു. ഗ്രീൻലൻഡിനെ സ്വന്തമാക്കാനും കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാനും പാനമ കനാലിനുമേൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മോഹം ലോകത്തെ സംഘർഷഭരിതമാക്കി. ഗസ സമാധാന പദ്ധതിയും യുക്രൈൻ സമാധാന പദ്ധതിയും ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ഒബാമ കെയർ സബ്സിഡി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ഡെമോക്രാറ്റുകൾ ബജറ്റിന് അംഗീകാരം നൽകാതിരുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ സർക്കാർ സേവനങ്ങളുടെ ഏറ്റവും വലിയ ഷട്ട്ഡൌണിന് വഴിവെച്ചു. വർഷം അവസാനിക്കുമ്പോൾ ട്രംപ് അവസാനിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ട പല സംഘർഷങ്ങളും തുടരുകയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളിലുള്ള ട്രംപിന്റെ സാന്നിധ്യം ട്രംപിനെ വീണ്ടും വിവാദങ്ങളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു അമേരിക്കൻ പൗരൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലിയോ 14 ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി നിയമിക്കപ്പെട്ടു. യുദ്ധങ്ങളുടെ വർഷമായി 2025 മാറി. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി പ്രകാരം ഈജിപ്ത്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥത്തിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നിലവിൽ വന്നു. ഗസയിൽ പക്ഷേ സമാധാനം അകലെയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം 4ാം വർഷത്തിലേക്ക് നീങ്ങുകയാണ്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതും ട്രംപിന്റെ ഇടപെടൽ ഫലവത്താകാതെ പോകുന്നതും ലോകം കണ്ടു. ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയ ആക്രമണം യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയും ലോകം കണ്ടു. 3 വർഷമായി തുടരുന്ന സുഡാനിലെ ആഭ്യന്തര യുദ്ധം രാജ്യത്തെ ഭൂമിയിലെ നരകമാക്കി മാറ്റിയിരിക്കും. 2024 ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ വിജയം ഈ വർഷം നേപ്പാളിൽ ജൻസി പ്രക്ഷോഭത്തിന് വഴിവെച്ചു. വരുന്ന ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജൻസി പ്രക്ഷോഭത്തിൽ ഉൾപ്പെട്ട ഇൻക്വിലാബ് മഞ്ചയുടെ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദി കൊല്ലപ്പെട്ടത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഇടയാക്കി. ഇന്ത്യയും ബംഗ്ലാദേശും വിസ സേവനങ്ങൾ നിർത്തിവെക്കുകയും സ്ഥാനപതികളെ വിളിച്ചുവരുത്തി രാജ്യത്തെ നയതന്ത്രജ്ഞർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ലോകമെങ്ങും പുതിയ ഭരണാധികാരികൾ അധികാരത്തിലെത്തിയ വർഷമായിരുന്നു 2025. കാനഡയിൽ മാർക്ക് കാർണി പ്രധാനമന്ത്രിയായപ്പോൾ വെനിസ്വേലയിൽ നിക്കോളാസ് മഡ്യൂറോ പ്രസിഡന്റായി. മഡ്യൂറോയുടെ എതിരാളിയായ വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് ലോകത്തിന് കൗതുകമായി. ഓസ്ട്രേലിയയിൽ ആന്റണി ആൽബനീസിന്റെ കീഴിൽ ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ജർമ്മനിയിൽ ഫ്രെഡറിക് മേഴ്സ് ചാൻസലറായി. അമേരിക്കയും ചൈനയും ലോകത്തെ മുൻനിര AI ശക്തികളായി മാറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഘടകമായി മാറുമോ, തൊഴിലവസരം ഇല്ലാതാക്കുന്ന ഘടകമായി മാറുമോ എന്ന് ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.